അമ്മായി ചുമന്ന തൊലി കളയോ? ആ ചുമന്ന തൊലി കളയരുത്. അതെ അതിലാണ് ഗുണം. കളയല്ല കള. മറ്റേ ഈ ബോംബെ മുട്ടായി ഉണ്ടല്ലോ ഒരു പഞ്ഞി പോലെ ഇരിക്കണ മദാമപ്പൂട. ആ പൂട ഞാൻ മനസ്സിൽ ആലോചിച്ചുള്ളൂ ഇത്. സോസ് ചേർത്തല്ലേ? മൊത്തം സോസ. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. മോനെ അടിപൊളി ടേസ്റ്റ്. കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു അല്ലേ? അത് ആ വെന്ത വെള്ളത്തിൽ പോയി ഉപ്പ്. നല്ല പുട്ട് പോലെ ഇരിക്കണം അല്ലേ അമ്മായി? അമ്മായി ചുമന്ന തൊലി കളയോ? ആ ചുമന്ന തൊലി കളയരുത്. അതെ അതിലാണ് ഗുണം. ഇനി മുതൽ ഞാൻ അങ്ങനെ കഴിക്കാം. ശരിക്കും പണ്ടത്തെ കാലത്തുള്ളവരൊക്കെ ഇത് കളയും. അല്ല പണ്ട് നമ്മളെന്ത് ചെയ്യുമെന്നറിയാ, അന്നൊക്കെ ഇതൊക്കെ കഴിക്കും മോളെ. എന്താന്ന് വെച്ചാ ഈ വയലിലൊക്കെ ജോലിക്ക് ആള് നിൽക്കുമല്ലോ, അപ്പം കൊറേ ചക്കയൊക്കെ പുഴുക്കുണ്ടാക്കി ജോലിക്ക് കുറെ ആൾക്കാര് അപ്പൊ അവർക്കൊക്കെ വയ്ക്കണ്ടേ വലിയ ഇത്രയുള്ള വലിയ കലത്തിലൊക്കെയാണ് പുഴുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കണത്. ഇതിങ്ങനെ വറുത്തിട്ട് എടുക്കാം. അപ്പം നമ്മളിപ്പോ ഒരു ചട്ടിയിൽ അങ്ങനെ ഇട്ടിട്ടേ വറക്കണം. ഇനി ഒരു ദിവസം ചുട്ടെടുക്കണം കേട്ടോ. അതിന് തീ കൂട്ടിയിട്ട് ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റ് അല്ലേ? പൊട്ടും അടുപ്പിൽ കിടന്ന് പടപടാന്ന്. ഞാൻ പോട്ടമായി വന്നോളൂ. ഓ ചായ ഗ്ലാസ് കൊണ്ട് അല്ല ഇവനെ ഒരുമിച്ച് ചെയ്യാ പോരെ? വന്നാ മതി. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇനിയും കഴിച്ചോണ്ടിരിക്കും അമ്മായി. രണ്ടെണ്ണം കൂടെ പോട്ട്. വയറ് നിറഞ്ഞാൽ അതിന് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇനി അങ്ങ് കൊണ്ടു വന്നിട്ടേ കുറച്ചും കൂടെ കഴുകാം.
മക്കളെ ചിക്കൻ കഴുകിയിട്ടുണ്ട്. ഇന്നത്തെ കിട്ടാരാ അമ്മായി കൈയോടെ അതിലിടാനാ? ഇന്ന് ഉപ്പിടുമ്പോ സൂക്ഷിക്കണം. സോസമയമാണ്. ഇത് എത്ര മതിയാ? അത് മതി, നോക്കിയിട്ടിടാം. അല്ല വേണമെങ്കിൽ പിന്നെ ഇടാം. ഇതിന്റെ അടപ്പാ? അടപ്പ് വേണ്ടമ്മ. ഇതേ പിന്നെ ഇവിടെ തന്നെ ഞാൻ നിൽക്കുക. കാരണം ഇതേ ഒരു 3-4 മിനിറ്റ് വെന്താ മതി. ഇത് മാറ്റാം. അത് മാറ്റി. അമ്മ ഒരു കാര്യം ചെയ്യോ, ഇതിന് എനിക്ക് വെളുത്തുള്ളി വേണം. ആ വെളുത്തുള്ളി ഉരിക്കാവോ? ഞാൻ അപ്പോഴേക്കേ ഇത് വേവിക്കട്ടെ. ഇത് പെട്ടെന്ന് വേവുമല്ലോ. ഇതൊരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. മുഴുവൻ. അപ്പൊ ഞാൻ പോട്ടാ? ആ ശരി ശരി. അമ്മായി, എന്റെ പൊന്നു മക്കളെ, ഞാൻ എത്ര സമയമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇത് കൊണ്ടുവരണതേ പേടിച്ചാ കൊണ്ടുവരണ. കാരണം ഇത് പറന്നു പോകുന്നത് പേടിച്ചിട്ട്. അത്ര പോലെ വെയിറ്റ് ഇല്ല. ഞാനേ ആദ്യം ഇത് എടുത്തിട്ട് കുറെ പൊടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പൊടിയൊക്കെ ഞാൻ ഇങ്ങനെ അറിയാണ്ട് ഊതിപ്പോയപ്പോ ഒരെണ്ണം പറഞ്ഞത്. പിന്നെ എനിക്ക് പേടിച്ചിട്ട് കടലിലെ കാറ്റ് കൊണ്ടെങ്ങാനും പറന്നു പോവോ. ഇങ്ങനത്തെ കഴിച്ചു നോക്കാം ആദ്യം. നല്ല അവളെ കുറ്റം പറയണെങ്കിൽ പിന്നെ കഴിക്കാം. ഇതേ മറ്റേ ഈ ബോംബെ മുട്ടായി ഉണ്ടല്ലോ, ഒരു പഞ്ഞി പോലെ ഇരിക്കണ മദാമപ്പൂട. ആ പൂട അത് മഴയത്ത് നനഞ്ഞപ്പോഴേ കട്ടയായി പോയത്. പക്ഷെ അതിനാ പിന്നെ അവരിങ്ങനെ ഇതാക്കി. അല്ല, അത് ചുങ്ങിയിട്ട് ഈ ആ മദാമപ്പൂട സോലനപ്പപ്പടി അത് ചുങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ. ഇതിന് കട്ടിയില്ല. പാർക്കിലൊക്കെ പോകുമ്പോ റോസ് കളറിലിങ്ങനെ പഞ്ഞു പോലൊരു സാധനം അറിയാം, അത് കട്ടയാക്കിയ പോലെ ഉണ്ട്. എന്നാലും അത് കട്ടയായി കഴിഞ്ഞാൽ പാലിട്ട റബ്ബർ പോലെ ഇരിക്കും. റബ്ബർ അല്ല, ഇതിലുണ്ട്. ഇതാണ്ട ഈ നടുക്കുള്ളതാ ഉണ്ടല്ലേ, ഒരു റബ്ബർ പോലെ ഉണ്ട്. ഇതേ അവളെ കൊണ്ട് തന്നെ തീറ്റിക്കാം. ഞാൻ മനസ്സിലാലോചിച്ചുള്ളൂ ഇത്. ഇത് അവളെ ഇത് കഴിക്കട്ടെ. പണ്ടൊക്കെ ഒരു ലോഫിംഗ് മുട്ടായി എന്ന് പറഞ്ഞൊരു മിഠായി ഒക്കെ കിട്ടും അമ്മായി. വായിലിട്ട് കഴിഞ്ഞാൽ ചിരിക്കൂന്ന് നമ്മളറിയാണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. നീ ചെറുതിലെ ആയതുകൊണ്ട് ഞാൻ മനപ്പുറം ചിരിച്ചതാണോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ലോഫിംഗ് മുട്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിലിട്ടിട്ട് ഞാനൊന്ന് ഭയങ്കര ചിരിയുമായിരുന്നു. ഇപ്പൊ ഓർമ്മയില്ല മനപ്പുറം ചിരിച്ചതാണോ അതോ അറിയാണ്ട് ചിരി വന്നതാണോ എന്ന് ഇപ്പൊ ഓർമ്മയില്ല. പോയാലമ്മായി?
അമ്മായി ഓ മറ്റേ ചൂടായാ ചൂടായി. എന്നാ ഈ ബട്ടർ ഇട്ടോ, മുഴുവനും മുഴുവനും ഇട്ടോ, നമുക്ക് അത്രയും ചിക്കൻ വറക്കണ്ടേ. അതിങ്ങോട്ട് ഒരു സ്പൂണ്. കണ്ട ഈ കത്തി മേടിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ, മാളുവിനെ ആശ്രയിക്കണ്ട. മറ്റേത് അവളല്ലേ ഇങ്ങനെ കുനുകുന അരിഞ്ഞു തന്നത്. ഇപ്പൊ എനിക്ക് എന്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര മടിയാണ് എനിക്ക്. ഇതിപ്പോ നല്ലതായി. ചൂടായ അമ്മായി ഇടട്ടാന്നാ? ഞാൻ എടുത്താ കിട്ടോ. നല്ല ചൂടാവട്ടെ, ഞാൻ പാത്രം എടുത്തോട്ടെ. ബ്രൗൺ ഷുഗർ എടുത്തേ. ഇത്രയും ഉപ്പിടാം അല്ലേ? ആദ്യം അതിലിട്ടിട്ടുണ്ടല്ലോ. അമ്മായി ഞാൻ വെള്ളം ഒഴിക്കണോ? വേണ്ട, ഞാൻ വെള്ളം കൊണ്ടോ. അമ്മായി പോയിരുന്നോ? ഞാൻ വെള്ളം കുടിച്ചിട്ട് വരേ. വരണമെന്നില്ല, അവിടെ ഇരുന്നോ. എനിക്കിവിടെ വലിയ പണിയില്ല. മാള് എവിടെ മോളെ? അവള് കൈ കഴുകാൻ പോയി.
കഴുകലുണ്ടാ മാളു? എന്തുവാ ഇത്? ഇത് വെറൈറ്റി ചിക്കനാ മോളെ, കഴിച്ചു നോക്കും മോളെ. പേരെന്തുവാ? പേരില്ല, കൈ വെച്ചെടുക്കാനുള്ളല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിച്ചു നോക്ക്, കഴിച്ചതിന് കണ്ണടച്ചിരുന്നോണ്ടാണ് അവള് നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ. അമ്മായിക്കാം എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? സോസ് ചേർത്തല്ലേ? മൊത്തം സോസാ. കണ്ട, ഞാൻ കണ്ടുപിടിച്ചു. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ അരപ്പാണ് ടേസ്റ്റ് കേട്ടാ. നീ പോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാ? കിട്ടി. അടിപൊളി ടേസ്റ്റ്. എന്തൊക്കെ ചേർത്തേക്കണേ? നീ ഇതുവരെ കഴിക്കാത്തൊരു സാധനം ചേർത്തിട്ടുണ്ട്. മസ്റ്റാർഡ് സോസ്. അങ്ങനെ സോസ് ഉണ്ടോ? അപ്പൊ അതിന് ടേസ്റ്റ് ആണോ? ചെറിയൊരു മധുരം, ചെറിയൊരു പുളിപ്പ്. മോനെ അടിപൊളി ടേസ്റ്റ്. നല്ല വിശപ്പും കൂടെ ഉള്ളതുകൊണ്ട് പൊളി. അമ്മ ഇപ്പൊ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറണേ ഇല്ല. പൂവൊക്കെ വെച്ച കടയിൽ പോളൂ. ഏതാ പ്ലാസ്റ്റിക് പൂവാ? എന്നെ കാണാൻ എത്ര പേരുണ്ട്. ഞാൻ ഒരുങ്ങിയൊക്കെ പോണ്ടേ. നമ്മളെല്ലാം കണ്ണാടി മുമ്പിൽ നിൽക്കണം, അപ്പൊ തുടങ്ങും. നിങ്ങളെല്ലാരും ഒരുങ്ങി പോയതിന് ശേഷമല്ലേ ഞാൻ ഒരുങ്ങണുള്ളൂ. എന്നാലും ഞങ്ങള് കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോ എന്താ പറയാറ്? എന്താ പറയാ, കൊറേ നേരം ആയല്ലോ, ആരെ കാണിക്കാനാന്ന് ചോദിക്കാറില്ലേ?